നഗരത്തിന് ചേരുന്ന പൊതു കളിസ്ഥലം ഇല്ലെന്നതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്നാണ്. അക്ഷരനഗരിയുടെ കായിക ഭൂപടത്തിൽ തലയുയർത്തി നിന്ന നെഹ്റു സ്റ്റേഡിയം ആകട്ടെ നാശത്തിന്റെ വക്കിലും. ഈ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും നോക്കാം എക്സ് ഫാക്ടറിൽ. കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ കായിക പരിശീലനത്തിനെത്തിയാൽ അത് നടക്കില്ല. ഒന്നുകിൽ വെള്ളക്കെട്ട്, അതുമല്ലെങ്കിൽ കാട് കയറിയ പരിസരം, അതുമല്ലെങ്കിൽ പരിപാടികൾക്കിട്ട പന്തൽ, ഇതെല്ലാം കായിക പരിശീലനത്തിന് തടസ്സം നിൽക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാണ് നെഹ്റു സ്റ്റേഡിയത്തിന്റെ നവീകരണം. 9 ഏക്കർ വിസ്തൃതമാണ് കോട്ടയം നാഗമ്പടത്തെ നെഹ്റു സ്റ്റേഡിയം. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കടക്കം വേദിയായ ഇടം. എന്നാൽ കേരളത്തിലുടനീളം മികച്ച സ്റ്റേഡിയങ്ങൾ ഒരുങ്ങിയപ്പോഴും നെഹ്റു സ്റ്റേഡിയത്തിന് ശാപമോക്ഷമുണ്ടായില്ല. ഗ്രൗണ്ട് തകർന്നത് മാത്രമല്ല, ഗ്യാലറിയും ചേർന്നുള്ള കടകളുമെല്ലാം പിണ്ടുകീറി ഇടിഞ്ഞു വീഴാറായ നിലയിലാണ്. പന്തൽ നിർമ്മാണത്തിനും മറ്റും വാഹനങ്ങൾ കയറുന്നത് മൂലം പലയിടത്തും കുഴികൾ രൂപപ്പെട്ടു. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായും ഇവിടെ മാറും. നെഹ്റു സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥ മൂലം നഗരത്തിലെ സ്വകാര്യ കോളേജ് ഗ്രൗണ്ടിനെ ആശ്രയിച്ചാണ് താരങ്ങളുടെ പരിശീലനം. പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് താരങ്ങളുടെയും പരിശീലകരുടെയും വാക്കുകൾ. ഓൾ ഇന്ത്യ ടൂർണമെന്റുകളും ഇന്റർവാഴ്സിറ്റി ടൂർണമെന്റുകളും ഒക്കെ നടന്ന നെഹ്റു സ്റ്റേഡിയം ഇപ്പോൾ അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനൊരു പരിഹാരം ആര് കാണണം എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഭരണാധികാരികൾ വേണം അതിന് വേണ്ട നടപടികൾ എടുക്കാൻ. ചെറിയ മഴ വന്നാൽ പോലും ഭയങ്കര ഇതായിട്ട് കിടക്കും. പിന്നെ മഴ വന്ന് പറഞ്ഞ് പുല്ല് വളരും, അത് വെട്ടാനും ആരും വരത്തൊന്നുമില്ല. പിന്നെ ആ ഗ്രൗണ്ട് അങ്ങനെ കടന്നു പോകും. ആരുടെയാണോ അവർ വന്ന് നോക്കുന്ന പോലുമില്ല. അത് ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ഗ്രൗണ്ട് എന്ന് പറഞ്ഞത് നല്ലൊരു സ്ഥലം പോലെ ആൾക്കാർ സൂക്ഷിക്കുന്നു. പക്ഷേ ഇവിടെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ളവർക്കിടയ്ക്ക് വന്ന് വെള്ളം അടിക്കാനും ചുമ്മാ ആർക്കെങ്കിലും 2 കപ്പിൾസിന് ഒന്ന് കുട പിടിക്കാനുള്ള സ്ഥലം പോലെ ഇവിടുത്തെ നാമ്പടം ഗ്രൗണ്ട് എല്ലാവരും കാണുന്നത്. അപ്പം അങ്ങനെ അതൊക്കെ മാറ്റുവാണെങ്കിൽ ഞങ്ങളെപ്പോലെ ഈ ഗെയിമിനെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. ഞങ്ങൾക്ക് ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ പോലെ തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലം കിട്ടിയാൽ അത് അങ്ങനെയൊക്കെ മാറ്റി ഗ്രൗണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കുറേ സ്ഥലം കിട്ടിയാണ്. കോട്ടയത്തിനൊരു പൊതു കളിയിടം അത് വേണമെന്നാണ് നാട്ടുകാരും കായിക പ്രേമികളും ഒരുപോലെ പറയുന്നത്. ആര് ഭരണത്തിൽ വന്നാലും നെഹ്റു സ്റ്റേഡിയത്തിന്റെ പുനരുദ്ധാരണം വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെടുന്നു. ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ 1.